പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടിയുയർന്നതോടുകൂടി തൃശ്ശൂരിൻ്റെ പൂരാവേശം അങ്ങനെ വലിയ ലഹരിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് 5 ആനപ്പുറത്തുള്ള എഴുന്നള്ളത്താണ്. പാറമേക്കാവ് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് ഈ പാറമേക്കാവ് ഭഗവതി നീങ്ങിപ്പോകും. അതിനുശേഷം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടികൾ ഉയരും. അതോടുകൂടി തൃശ്ശൂർപേരൂർ പൂർണ്ണമായിട്ടും ഒരു പൂരലഹരിയിലേക്ക് മാറിയെന്ന് പറയാം. ഈ പാറമേക്കാവും തിരുവമ്പാടിയും അടക്കം 10 ദേശക്കാരാണുള്ളത്. ഈ 10 ദേശങ്ങളുടെയും കൊടികൾ ഉയർന്നു കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു പൂരലഹരിയിലേക്ക് തൃശ്ശൂർപേരൂർ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് ഈ കൊടി കയറ്റ ദിവസം തന്നെ 2 ഇടങ്ങളിലുമായി വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് കാണാനായത്. മന്ത്രി കെ രാജൻ 2 ഇടത്തും എത്തിയിരുന്നു. ഏകദേശം കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഉപരി ഇപ്രാവശ്യം 20,000-ലധികം ആളുകൾക്ക് പൂരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുമെന്നും ഇക്കുറി യാതൊരു വിഘ്നങ്ങളുമില്ലാതെ പൂരം വലിയ ആവേശത്തോടുകൂടി തന്നെ നടത്താനാകുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പൂര ആവേശത്തിൻ്റെ നാളുകൾ എന്ന് തന്നെ വേണം നമുക്ക് പങ്കുവെക്കുവാൻ. പാറമേക്കാവിലും തിരുവമ്പാടിയിലും വലിയ വലിയ ഉത്സവങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഇങ്ങോട്ടേക്ക് ആവാഹിക്കുന്ന തരമുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും മൊത്തത്തിൽ ഉണ്ടാവുകയെന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.